ശ്ലോകം 10. ജഗത് സൃഷ്ട്യാദൗ, ഈ കാണുന്നതായ ജഗത്തിൻ്റെ സൃഷ്ടി, ആ സൃഷ്ടിയുടെ ആദിയിൽ, തുടക്കത്തിൽ, ത്വാം നിഗമനിവഹൈഹി, നിഗമങ്ങൾ വേദങ്ങൾ, നിഗമ ആഗമ ഒക്കെ വേദങ്ങളാണ്. നിതരാം ഗമേതി ഇതി നിഗമഃ, നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നതാണ്. ആസമന്താത് ഗമേതി ഇതി ആഗമഃ, ചുറ്റും, ആസമന്താത് ചുറ്റും നമ്മളെ ആ തത്വത്തിലേക്ക് അടുപ്പിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സത്വഗുണം നേടൂ. അത് നമ്മൾ തന്നെ ചെയ്യണം, അത് ഭഗവാൻ ചെയ്യില്ല. രജസ്തമോ ഗുണങ്ങൾ ചുരുക്കണം. നമ്മളെപ്പോഴും പറയാറുള്ളത് തമോ ഗുണത്തിൻ്റെ പ്രധാന ലക്ഷണം ആലസ്യം, നിദ്ര. അപ്പോൾ എന്നിൽ എന്ത് ഗുണമാണ്? ആരോടും ചോദിക്കണ്ട. അധികം ഉറങ്ങുണ്ടോ? തമോ ഗുണം തന്നെ, ആരോടും ചോദിക്കണ്ട. അപ്പോൾ ഉറക്കം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യണം. നിയതം ഗുരു കർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണ. കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് കർമ്മം ചെയ്യുന്നത്. കഴിയുന്നത്ര ചെയ്യും. കർമ്മം ചെയ്ത് ശരീരം പൊട്ടിപ്പോയാലും വിരോധമില്ല. അതാണ്. കത്തി ഉപയോഗിച്ച് പൊട്ടിയാലും വിരോധമില്ല, തുരുമ്പ് പിടിക്കാൻ പാടില്ല. അതാണ്. നിയതം ഗുരുകർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണ. ഇതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞതാണ്, ഓർമ്മ വേണം. ജഗത് സൃഷ്ട്യാദൗ, ജഗത്തിൻ്റെ സൃഷ്ടിയുടെ തുടക്കത്തിൽ, ആദൗ ത്വാം നിഗമനിവഹൈഹി, വേദങ്ങൾ, വേദങ്ങളുടെ കൂട്ടം, എല്ലാ വേദങ്ങളും, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അവരെല്ലാം വന്നു ഭഗവാന്റെ അടുത്ത്. ഇതുപോലെ സ്തുതിപാഠകന്മാരെ പോലെ. അതാണ് വന്തി ഭിരിവ. വന്തി എന്ന് പറഞ്ഞാൽ സ്തുതിപാഠകൻ. സ്തുതിപാഠകന്മാരെ പോലെ ഭഗവാന്റെ അടുത്ത്. മേൽപ്പത്തൂർ സ്തുതിപാഠകനായിട്ടിരുന്നു. 6-7 രാജാക്കന്മാരുടെ അവിടെ ഇരുന്നു. ആസ്ഥാന കവി എന്നാണ് പേര്. പക്ഷെ രാജാവിനെ പോഴ്ത്തണം, രാജാവിനെ പോഴ്ത്തണം. അതാണ് വന്തി, സ്തുതിപാഠകൻ. നിഗമനിവഹൈഹി വന്തി ഭിരിവ. അങ്ങനെ ആ വേദക്കൂട്ടങ്ങളെല്ലാം സ്തുതിപാഠകന്മാരെ പോലെ സുതം ഭഗവാനെ സ്തുതിച്ചു. വിഷ്ണു സച്ചിത് പരമരസ നിർദ്വൈത വപുഷം. ഭഗവാൻ എങ്ങനെയുള്ളതാണ്? സത്ത്, ചിത്ത്, എന്നും നിലനിൽക്കുന്നതാണ് സത്ത്, ഉണ്ടാകാത്തത്, എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. അതിൻ്റെ സ്വരൂപം ചിത്ത്, ജ്ഞാനം. പിന്നെയോ പരമരസം, പരമാനന്ദം, ബ്രഹ്മാനന്ദം. സച്ചിത് പരമരസ നിർദ്വൈത വംശം, രണ്ടില്ലാത്ത ശരീരം, ഏകം. സച്ചിത് പരമരസ നിർദ്വൈത വംശം. പരാത്മാനം, പരമാത്മാ സ്വരൂപിയാണ് പരാത്മാനം. പിന്നെയോ പശുപവനിതാഭാഗ്യനിവഹം. ആ ഗോകുലത്തിൽ ഗോക്കളെ പാലിക്കുന്ന പശുപവനിത, അവരുടെ ആ ഭാഗ്യം നിവഹം, ഒരു കൂട്ടം എല്ലാം കൂടി ചേർന്ന് വന്നതുപോലെ. ഇതാണ് എല്ലാ ഗോപികളുടെയും ആ ഭാഗ്യം ഒരു സമൂഹമായി വന്നത് ആണ് ഭഗവാൻ. ഭഗവാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ത്വാം
പരീതാപശ്രാന്തിയൈ. എവിടെ നോക്കിയാലും ദുഃഖം. അതാണ് പരീതാപം. ചുറ്റും ചുറ്റും താപമാണ്. അതിൻ്റെ ശ്രാന്തി, അതിൻ്റെ കുറവിന്, നാശത്തിന്, കുറവിന്. പരിഭജേ, ഞങ്ങളങ്ങയെ ഭജിക്കുന്നു. എന്തെല്ലാം ദുഃഖങ്ങൾ ഞങ്ങൾക്കുണ്ടോ ആ ദുഃഖങ്ങളെ കളഞ്ഞ് ആ പരമാത്മാവിനെ പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഇതാണ് പ്രാർത്ഥന. പരീതാപശ്രാന്തിയൈ. താപത്രയങ്ങളെയും നശിപ്പിച്ച് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. അതിനായിട്ട് വയം പരിഭജേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയെ പ്രാർത്ഥിക്കുന്നു. വയമില്ല, അഹം പരിഭജേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. വന്ദികൾ എന്ന് പറഞ്ഞതായ സമയത്ത് രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ പോലും വന്ദികളുണ്ട്. അതാണ് എല്ലാ രാജാവിൻ്റെയും അവിടെയുണ്ട്. ഭാഗവത്തിൽ അത് പല സ്ഥലത്തും നമുക്ക് കാണാം. സൂത മാഗധ വന്ദികൾ. സൂതന്മാർ ഈശ്വരനെക്കുറിച്ച് പറയുന്നു, പാടിപ്പുകഴ്ത്തുന്നു. മാഗധന്മാർ ആ വംശത്തിലെ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരെക്കുറിച്ച് പാടിപ്പുകഴ്ത്തുന്നു. വന്ദികൾ അപ്പോഴത്തെ രാജാവിനെക്കുറിച്ച്. ഏത് രാജാവിൻ്റെ അവിടെയാണോ അദ്ദേഹം ഇരിക്കുന്നത്, ആ വന്തി ഇരിക്കുന്നത്, ആ രാജാവിനെക്കുറിച്ച് പാടിപ്പോയിരുന്നു. അങ്ങനെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വന്തികളായിരുന്നാലുള്ള ദോഷം എന്താണ്? ഇയാളെ മോശക്കാരനാണെങ്കിലും പോഴ്ത്തണം. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഭട്ടഭാഗവനി മതിയാക്കിയത്. ഇനി നിങ്ങളെ പോഴ്ത്തിയത് മതി, ഞാൻ ഭഗവാനെ പോഴ്ത്താൻ പോണു. 70-ാമത്തെ വയസ്സിൽ അവസാനിപ്പിച്ചു. 70 വയസ്സ് വരെ 5-6 പേരുടെ അടുത്തിരുന്നു. ഒടുവിൽ ഇനി ഭഗവാനെ ഭജിക്കട്ടെ എന്ന് പറഞ്ഞ് മൂക്കോലയ്ക്കൽ ഭഗവതിയുടെ അടുത്താണ് പോയത്. 70 തൊട്ട് 86 വരെ 16 കൊല്ലം ദേവിയെക്കുറിച്ച് ഉള്ളതായൊരു സ്തുതി എഴുതി. സപ്തശതി 70 ശ്ലോകങ്ങളുള്ളതായ ഒരു സ്തുതി. ശ്രേഷ്ഠമാണെന്ന് അവർ നമ്മൾ കണ്ടിട്ടില്ല. സപ്തശതി ഉണ്ടോ? അതെ, സപ്തശതി മൂക്കോലയ്ക്ക് ദേഹം എഴുതിയതാണ്. സപ്തശതി കൊണ്ട് ദിവസേന ദേവിയെ പൂജിച്ചു. 2 നേരം 2 ദേവിമാരാണ്, മുകളിലും താഴത്തും. 2 നേരവും അവിടെ പോയി ഈ 2 ദേവിമാരെയും തൊഴുതിട്ടാണ് വരിക. അങ്ങനെ ആ 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം മുകളിൽ തൊഴുത് കഴിഞ്ഞ് 2ാമത്തെ താഴത്ത് വന്നു. അവിടെ വെച്ച് വീണു, കുഴഞ്ഞു വീണു. അപ്പം മുക്തി, അതിന് യാതൊരു സംശയവും വേണ്ട. പിന്നൊരു ജന്മമില്ല. 16 കൊല്ലക്കാലം അങ്ങനെ ഭഗവാനെ ഭജിച്ച് ഭഗവത് സന്നിധിയിൽ വെച്ച് തന്നെ മുക്തി അടയാണ്. ഹേ പവനപുരവാസിൻ, പവനൻ്റെ പുരത്തിൽ വസിക്കുന്നവനെ, വായുവിൻ്റെ പുരത്തിൽ വസിക്കുന്നവൻ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും വായുവുണ്ട്. അപ്പം നമ്മുടെ ശരീരം വായുവിൻ്റെ പുരമാണ്. അപ്പോൾ പവനപുരവാസൻ പറയുമ്പോൾ എപ്പോഴും സ്ഥൂലാർത്ഥവും സൂക്ഷ്മാർത്ഥവും രണ്ടും നോക്കണം നമ്മൾ.
സ്ഥൂലാർത്ഥം ഗുരുവായൂരിലുള്ള വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൽ വസിക്കുന്നവൻ. ഇവിടെയോ പ്രാണൻ ഉള്ളതായ മുഖ്യപ്രാണൻ, അതാണ് മുഖ്യപ്രാണൻ. പ്രാണൻ ഒന്നേ ഉള്ളൂ, അതിൽ മുഖ്യപ്രാണൻ. മുഖ്യപ്രാണൻ്റെ പുരമായ ഈ ശരീരത്തിൻ്റെ നാഥനായിരിക്കുന്നവൻ ആത്മാവ്. അപ്പോൾ സൂക്ഷ്മമായിട്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവാണ് ഗുരുവായൂരപ്പൻ എന്ന് മനസ്സിലാക്കി ആ ആത്മാവിനെ തന്നെ ഇതാവുക. പിന്നെ ഉള്ളിലുള്ള ആത്മാവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല, അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് ദേവന്മാരെ ഇതാവുന്നത്. പുറത്ത് ഏത് ദേവനായാലും ഓർമ്മ വേണം, എൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവ് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് എന്ന ദൃഢമായ ബോധത്തോടുകൂടി വേണം ഏത് ക്ഷേത്രത്തിൽ പോകാൻ. എല്ലാ ക്ഷേത്രത്തിലും പോകും, നല്ലതാണ്. അപ്പം നമ്മുടെ മനസ്സ് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതാവണം. മറ്റേത് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ചഞ്ചലമായിത്തീരുന്നു. വിഷയങ്ങളെക്കുറിച്ചാൽ എപ്പോഴും ദുഃഖം. അതാണ്. ചില വിഷയങ്ങളിൽ സുഖം കിട്ടുമായിരിക്കാം, എങ്കിലും അധികവും ദുഃഖമാണ് ഉണ്ടാവുക. അപ്പോൾ വിഷയചിന്തയെല്ലാം വെടിഞ്ഞ് ഭഗവത് ചിന്തയിലേക്ക് വരണോ ക്ഷേത്രദർശനം, അതാണ് ഗുണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവർ എന്തു ഭാഗ്യം ചെയ്തവരാണെന്ന് അറിയൂ. രാവിലെ എണീച്ച് ഒരു 9 തവണ അവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്താൽ മതി. നമുക്ക് സാധിക്കൂ. അതാണ്. അപ്പോൾ ആ ഈശ്വരചിന്ത മാത്രമാവും എന്നർത്ഥം. പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഇതായാൽ അതിൽ മീതെ ശ്രേഷ്ഠമായിട്ട് വേറൊന്നുമില്ല. പരീതാപശ്രാന്തി, എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങളെ ഇല്ലാതാവാൻ വേണ്ടി പരിഭജേ, ഞങ്ങൾ അങ്ങയെ ഭജിക്കുന്നു.